ഇന്നത്തെ ആ ഒരു മിറർ ടാസ്കിൽ സംസാരിച്ച രണ്ടുപേരാണ് ഋഷി പിന്നെ ജാസ്മിൻ. ഈ ആഴ്ച മൊത്തം ഇത് ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ ജിൻഡോയും ശ്രീതുവുമായിരുന്നു, ഇന്ന് ഋഷിയും ജാസ്മിനുമാണ്. ഋഷി വന്ന് നിന്നിട്ട് പുള്ളിയുടെ 1ാം ക്ലാസ് മുതലുള്ള ജീവിതത്തെ പറ്റിയും ട്രോമയെ പറ്റിയും പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റി വെറുതെ ആലോചിച്ച് കൂട്ടുന്നതിനെ കുറിച്ചും, അതായത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഋഷി അൻസിബയെ കുറിച്ച് പറയാൻ മറന്നിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം കേൾക്കാനായിട്ടാണ് ഞാൻ പേഴ്സണലി കാത്തിരുന്നത്. വന്നു കയറിയപ്പോൾ ഒട്ടും സെറ്റ് ആവില്ല എന്ന് വിചാരിച്ചതാണ് ഞാനും അവളും തമ്മിൽ. പിന്നീട് ഏറ്റവും റാപ്പോ വന്നത് അൻസിബയുമായിട്ടാണ്. എന്നും ആ ഒരു സ്നേഹബന്ധം പുറത്തിറങ്ങിയാലും കീപ്പ് ചെയ്യണമെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ ഋഷി പറയുന്നുണ്ട്. അടുത്തതായിട്ട് വന്നത് ജാസ്മിനാണ്. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതാണ് ജാസ്മിനെ, നീ അങ്ങ് അനുഭവിച്ചോണം എല്ലാം, അതിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും നിന്നേക്കരുത്. നീ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ നിനക്ക് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വരും, എല്ലാം വിട്ടേക്കണം, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്, ഒന്നും മനസ്സിലേക്ക് എടുക്കരുത് എന്നൊരു പോയിന്റാണ് ജാസ്മിൻ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ വെളിയിലിറങ്ങിയാലും ചിരിക്കണം, അല്ലാതെ ഇവിടുത്തെ പോലെ ചെറിയ വള്ളികളിൽ കയറി പിടിക്കരുത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കയറി പിടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ ആളാവണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സ്ട്രോങ് ആയ കാര്യവും കൂടെ ഒരാൾ വേണമെന്ന് ഇപ്പോൾ ഒരു നിർബന്ധവും ഇല്ല, കുറെ കൂടി സ്ട്രോങ് ആയി, വെയിറ്റ് കുറഞ്ഞു, ചിക്കനും മയോണൈസും ഒക്കെ ഉരുക്കി പോയി, അങ്ങനെ കുറെ കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും ഗെയിമുകളോട് പേഴ്സണലി ഒരുപാട് വിയോജിപ്പ് നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, രണ്ടുപേരും ഋഷി ആയാലും ജാസ്മിൻ ആയാലും അവിടെ ഫേക്ക് ആയിട്ടല്ല ഈ ഒരു 80 ദിവസവും നിന്നത്. ഏറ്റവും റിയൽ ആയിട്ട് നിൽക്കുന്ന 3 പേര് ആരാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറ് ജിൻഡോ, ജാസ്മിൻ, ഋഷി എന്നിവരാണ് എന്ന്. അപ്പൊ ആ ഒരു വിശ്വാസ്യത അവര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഒരു കളി അവരവിടെ കളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവര് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷിയും ജാസ്മിനും പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ട് അവരോട് തന്നെ ട്രൂ ആയിട്ട് പറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ജാസ്മിൻ പറഞ്ഞത് എന്താണ്, വെളിയിലിറങ്ങിയാലും നീയായിട്ട് വരുത്തി വെച്ച വിനയാണ്, നീ തന്നെ അത് പരിഹരിച്ചോണം, അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ നിന്നേക്കരുത്, ഒന്നും മൈൻഡ് ചെയ്യരുത്, നെഗറ്റീവ് പറയുന്നവർ ഒരു സൈഡിൽ കൂടെ പൊക്കോളും. ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും